ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം നമ്മുടെ മാത്സ് ആണ്. മാത്സിൽ ഒരുവിധം എല്ലാ സ്കോളർഷിപ്പ് പരീക്ഷകളിലും മറ്റ് പരീക്ഷകളിലും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ചോദ്യത്തെ ഒന്ന് വായിച്ചു നോക്കാം. ഒരു പേനയ്ക്കും പെൻസിലിനും കൂടി 30 രൂപ. പേനയ്ക്ക് പെൻസിലിനേക്കാൾ 10 രൂപ കൂടുതൽ എങ്കിൽ പേനയുടെ വില എന്ത്? ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ മാത്രം മാറിയിട്ട് നമുക്ക് പല എക്സാമുകളിലും വരും. അതായത് പേന പെൻസിലിൻ്റെ ആ സ്ഥാനത്ത് വേറെ സാധനങ്ങളായിരിക്കാം. ചിലപ്പോൾ വയസ്സായിരിക്കാം. അതായത് 2 പേരുടെ വയസ്സുകൾ ഇത്ര, ആകെ എത്ര, ഇന്നാൾക്ക് ഇന്നാളേക്കാളും ഇത്ര വയസ്സ് കൂടുതൽ. ആ പാറ്റേൺ മാത്രമേ മാറുള്ളൂ. പക്ഷെ ചോദ്യം ഇത് തന്നെയാണ്. അപ്പോൾ ഈ ചോദ്യം നമുക്ക് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ മോഡലിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് അതിനുള്ള ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ നമുക്കിത് ചെറിയ സംഖ്യകളാണ്. 30, 10 ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ മനസ്സിൽ കണ്ടെത്താൻ പറ്റിയവരും ഉണ്ടാവും. എന്നാൽ വലിയ സംഖ്യകൾ വരുമ്പോൾ നമുക്കത് മനസ്സിൽ കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ഈ ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഇതിങ്ങനെ എഴുതി കണ്ടെത്തണം എന്നില്ല. അതിപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എഴുതിയിരിക്കുന്നത്. നമുക്കിത് ഈ ട്രിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിൽ കാണാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ എഴുതി കാണേണ്ട ആവശ്യം ഇല്ല. ഇപ്പോൾ ഇത് പറഞ്ഞു തരാൻ വേണ്ടി മാത്രം ഞാൻ എഴുതിയതൊന്ന് പരിചയപ്പെടുത്താം. ആദ്യം നമ്മൾ ഇതിൽ നോക്കേണ്ടത്, നമുക്കറിയാലോ ഒരു സാധനത്തിനേക്കാൾ വില കൂടുതലെന്ന് പറയുന്നത് എപ്പോഴാണ്? അവ തമ്മിൽ വിലയിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ. അപ്പോൾ പേനയ്ക്ക് പെൻസിലിനേക്കാൾ 10 രൂപ കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഈ പേനയുടെയും പെൻസിലിൻ്റെയും വിലകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? 10 രൂപ. അപ്പോൾ ആദ്യം നമ്മൾ ആ വ്യത്യാസത്തിനെ കണ്ടെത്തണം. വ്യത്യാസം എത്രയാണ്? 10. ഈ 10നെ, അതായത് ഈ വ്യത്യാസത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഈ തുക എന്ന് പറയുന്നത് എത്രയാണ്? 30. അതായത് ഒരു പേനയ്ക്കും പെൻസിലിനും കൂടി 30 രൂപ എന്നാണ് പറയണേ. ആകെ ഉള്ളത് എത്രയാണ്? 30. അപ്പോൾ നമ്മൾ ഈ വ്യത്യാസത്തെ ഈ 30ൽ നിന്ന് ആദ്യം മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 കിട്ടും. അതായത് ആകെയുള്ള ആ 30ൽ നിന്ന് വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? പേനയുടെയും പെൻസിലിൻ്റെയും തമ്മിലുള്ള വിലയുടെ വ്യത്യാസം എത്രയാണ്? 10 രൂപയാണ് വരുന്നത്. ഒരെണ്ണത്തിനേക്കാൾ ഇത്ര കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യത്യാസമാണ്. ആ 10നെ മൈനസ് ചെയ്തിട്ട് നമ്മൾ കാണുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 കിട്ടി. ഇനി നമ്മൾ ആ വ്യത്യാസം എന്ന് പറഞ്ഞ 10നെ നമ്മൾ അവിടെ വെക്കും. ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനി ഈ 20നെയാണ് നോക്കേണ്ടത്. എന്നിട്ട് നമ്മൾ പേന പെൻസിൽ എന്ന് എഴുതുക. എന്നിട്ട് ഈ കിട്ടിയ, അതായത് വ്യത്യാസം കുറച്ചിട്ട് കിട്ടിയ ഈ 20നെ പകുതിയാക്കിയിട്ട് പേനയ്ക്കും പെൻസിലിനും കൊടുക്കുക. അതായത് പേനയ്ക്ക് 10 കൊടുത്തു, പെൻസിലിന് 10 കൊടുത്തു. ആ 20നെയാണ് നമ്മൾ 10 എന്നുള്ളതാക്കിയിട്ട് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വ്യത്യാസത്തിനെ നീക്കി നിർത്തിയിരുന്നല്ലോ. പേനയ്ക്ക് പെൻസിലിനേക്കാൾ 10 രൂപ കൂടുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ വ്യത്യാസം ഏതിൻ്റെയാണ് കൂടുതൽ? പേനയ്ക്കാണ് കൂടുതലെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആ 10 പേനയ്ക്ക് മാത്രമായിട്ട് കൊടുക്കുക. ഇനി ഇവ തമ്മിൽ കൂട്ടി നമ്മൾ താഴേക്കിടുക. നോക്കാം. പേനയ്ക്ക് ആദ്യം ആ പകുതിയാക്കിയപ്പോൾ കിട്ടിയ 10 ഉണ്ട്. പിന്നെ ആ വ്യത്യാസം, അതായത് പേനയ്ക്ക് പെൻസിലിനേക്കാൾ 10 രൂപ കൂടുതലാണെന്ന് പറഞ്ഞല്ലോ, ആ കൂടുതലും ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂട്ടി തോന്നും. പേനയ്ക്ക് 20 പെൻസിലിന് നമുക്ക് എന്തും കിട്ടി? 10 കിട്ടി. ഇനി ഈ പറഞ്ഞത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പേനയുടെ വില നമുക്ക് കിട്ടിയിരിക്കുന്നത് 20, പെൻസിലിൻ്റെ വില 10 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ചോദ്യം വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഒരു പേനയ്ക്കും പെൻസിലിനും കൂടി 30 രൂപ. അപ്പോൾ പേനയുടെ വില 20, പെൻസിലിൻ്റെ വില 10. അപ്പോൾ പേനയ്ക്കും പെൻസിലിനും കൂടി 20 + 10 എത്ര കിട്ടി? നമുക്ക് 30 കിട്ടി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? പേനയ്ക്ക് പെൻസിലിനേക്കാൾ 10 രൂപ കൂടുതൽ. പേനയുടെ വില എത്രയാണ്? 20. പെൻസിലിൻ്റെ വില എത്രയാണ്? 10. അപ്പോൾ പേനയ്ക്ക് പെൻസിലിനേക്കാൾ എത്ര രൂപ കൂടുതലുണ്ട്? 10 രൂപ കൂടുതലുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്തപ്പോൾ അതും ശരിയായി. അപ്പോൾ ഇത് സിമ്പിൾ മാർഗ്ഗമാണ്. ഒന്നും ശ്രദ്ധിക്കേണ്ട. എന്ത് ചെയ്താൽ മതി? ആദ്യം നമുക്ക് ആ കൂടുതൽ എന്ന് പറയുന്നതിനെ ആ ടോട്ടലിൽ നിന്ന് മൈനസ് ചെയ്യുക. എന്നിട്ട് കിട്ടണ ഉത്തരത്തിനെ 2 പകുതിയാക്കിയിട്ട് 2 എണ്ണത്തിനും കൊടുക്കുക. പകുതിയാക്കിയിട്ട് 2 പേർക്കും കൊടുക്കുക. ഇനി ആ മാറ്റി നിർത്തിയ ആ വ്യത്യാസത്തിന് ഏതിനാണോ കൂടുതൽ വേണ്ടത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പേനയുടെയും പെൻസിലിൻ്റെയും വില കിട്ടും. ഇനിയിപ്പോൾ പേനയുടെ വിലയാണ് ചോദിച്ചതെങ്കിൽ ആ കൂടുതലുള്ളത് എഴുതുക. ഇനി പെൻസിലിൻ്റെ വിലയാണ് ചോദിച്ചതെങ്കിൽ ആ പകുതിയാക്കിയപ്പോൾ കിട്ടിയത് മാത്രം, അതിൽ കൂടുതൽ വരുന്നില്ല. അപ്പോൾ ആ പകുതിയാക്കി നമ്മൾ കൊടുത്തപ്പോൾ കിട്ടിയതായിരിക്കും എന്ത്? പെൻസിലിൻ്റെ വില. ചിലപ്പോൾ പേനയുടെ വിലയല്ല ചോദിക്കാറ്, ചിലപ്പോൾ നമ്മോട് പെൻസിലിൻ്റെ വിലയും ചോദിക്കാറുണ്ട്. അപ്പോൾ കൂടുതലുള്ളതായിരിക്കും പേനയുടെ വില. പകുതിയാക്കിയപ്പോൾ നമ്മൾ കൊടുത്തതായിരിക്കും ഏത്? പെൻസിലിൻ്റെ വില. അപ്പോൾ ഈ ഒരു ട്രിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡലിലുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒരുവിധം എല്ലാ LSS അങ്ങനെയുള്ള എക്സാമുകളിലൊക്കെ മാത്സിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്.
മാത്സ് നമുക്ക് കാണുമ്പോൾ തോന്നും ബുദ്ധിമുട്ടാണെന്ന് തോന്നും. പക്ഷേ മാത്സിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഉത്തരം കണ്ടെത്തിയാലും ആ ഉത്തരം ശരിയാണോ എന്ന് നോക്കാനുള്ള ട്രിക്കും ഏതിൽ തന്നെ ഒളിച്ചിരിപ്പുണ്ട്, മാത്സിൽ ഒളിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് മാത്സിനെ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു മോഡൽ കണക്ക് വേറെ ഒരു മോഡൽ വെച്ചിട്ട് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ശരിയാവുന്നുണ്ടെന്ന്. അപ്പോൾ ഓക്കെ, താങ്ക് യു.